ഓക്കെ. പക്ഷെ വീണ്ടും എന്താണ്, ആ വെള്ളം ഒരു പമ്പ് ഉപയോഗിച്ച്, വാട്ടർ പമ്പ് ഉപയോഗിച്ച് again it is going to the first vessel. ആദ്യത്തെ പാത്രത്തിലേക്ക് വീണ്ടും പമ്പ് ചെയ്യുന്നു. അപ്പോൾ ആ വെള്ളം വീണ്ടും സെക്കൻഡ് വെസലിലേക്ക് പോകുന്നു. സെക്കൻഡ് വെസലിൽ അത് ഒരു പമ്പ് ഉപയോഗിച്ച് വീണ്ടും പമ്പ് ചെയ്ത് ഫസ്റ്റ് വണ്ണിലേക്ക് വരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ് പ്രൊസീജിയർ. മനസ്സിലായോ? അതായത് ഫസ്റ്റ് ഫിഗറിൽ 2 vessels are given. One is having more water and second one is having less water, and it is connected with a pipe. And of course we know that the water always will flow from the high pressure to the low pressure. So the vessel which is having more water will have the tendency to flow to the second vessel where there is less water. മനസ്സിലായോ? കൂടുതൽ വെള്ളമുള്ള പാത്രത്തിൽ നിന്നും വെള്ളം താഴത്തെ അതിനേക്കാൾ കുറവുള്ള വെള്ളത്തിലേക്ക്, അതിന്റെ പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഒഴുകും. ഇനി രണ്ടാമത്തെ ഇതില് അങ്ങനെ ഒഴുകുമ്പോൾ രണ്ടാമത്തെ ഇതിൽ ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച്, ഒരു മോട്ടർ ഉപയോഗിച്ച്, അതായത് ചെറിയ ഒരു പമ്പ് ഉപയോഗിച്ച് ഈ രണ്ടാമത്തെ പാത്രത്തിൽ വീഴുന്ന വെള്ളത്തെ വീണ്ടും പമ്പ് ചെയ്ത് ഫസ്റ്റ് വണ്ണിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ വെള്ളം രണ്ടാമത്തതിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ രണ്ടാമത്തേൽ വരുന്നത് പമ്പ് ചെയ്യുന്നു, ഫസ്റ്റ് വണ്ണിലേക്ക് പോകുന്നു. ഫസ്റ്റ് വണ്ണിൽ നിന്ന് സെക്കൻഡ് വണ്ണിൽ ലോ പ്രഷർ ആണ്, അതുകൊണ്ട് താഴോട്ട് വരും. So the work is continuously done. സ്റ്റോപ്പ് ഇല്ല. നമ്മൾ സാധാരണ ഈ പാർക്കിലൊക്കെ പോയിട്ടില്ല, നമ്മുടെ എന്താ പറയണ്ടേ, ചില വീടുകളുടെ മുന്നിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ, വെള്ളം ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ വന്ന് വീഴുന്നത് കണ്ടിട്ടില്ലേ? ഈ പാർക്കിലൊക്കെ ചെല്ലുമ്പോ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അത് എങ്ങനെയാണത്? ഇങ്ങനെ ഫുൾ ടൈം വന്ന് വീണ് ആ വെള്ളം വേസ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കണോ? അല്ല, ദാറ്റ് വാട്ടർ ഈസ് കളക്ടഡ്. അതായത് അതിലേക്ക് വീഴുന്ന വെള്ളം ഒഴുകി വേറെ ഇതുപോലെ ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നു. അവിടുന്ന് പമ്പ് ചെയ്ത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ സൈക്കിൾ പോലെ. വാട്ടർ സൈക്കിൾ പോലെ. അതായത് ഇവിടെ വീഴുന്ന വെള്ളം താഴേക്ക് ഒഴുകി വീണ്ടും അതൊരു ഇതിലേക്ക് പാത്രത്തിലേക്ക് വന്ന് വീഴുന്നു, വലിയൊരു ഇതിലേക്ക്. അവിടുന്ന് അത് പമ്പ് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് എത്തുകയാണ്. എന്നിട്ട് ഇത് ഒഴുകുന്നു. ഇതേ മെത്തേഡ് തന്നെ നമ്മൾ ഈ പാർക്കിലോ ചില വീടുകളുടെ മുന്നിലൊക്കെ, ബിഗ് ബിൽഡിങ്ങിന്റെ ഒക്കെ മുന്നിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് അല്ലെ? സെയിം മെത്തേഡ്. ഓക്കെ. Suppose 2 vessels with the water filled up to different levels are connected through a pipe. Water flows from the higher level to the lower level until the water levels and hence the water pressure are the same in the 2 vessels. So when the water pressure comes in same in 2 vessels, it will stop flowing. അതായത് രണ്ട് പാത്രത്തിലും ഒരേ ലെവലിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒഴുക്ക് നിൽക്കും. അല്ലെങ്കിൽ ആ ഹൈ ലെവലിലുള്ളത് ലോ ലെവലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. To make the water flow continuously, you need to connect a water pump to the second vessel, which constantly pumps up the water to the first vessel. In this way, the level and hence the pressure of water in the first vessel is always higher than the second vessel. So the flow of water remains continuous. So ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരേ ലെവലിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒഴുക്ക് നിൽക്കും. അതുകൊണ്ട് അതിനെ പമ്പ് ചെയ്ത് വീണ്ടും മറ്റത്തിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ ഹൈ ലെവൽ പ്രഷർ ആകും. അപ്പോൾ ലോ പ്രഷറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അതുപോലെയാണ് നമുക്ക് കറണ്ടിന്റെ. അപ്പൊ അതിൽ തന്നിരിക്കുന്ന മൂന്നാമത്തെ പിക്ചർ നോക്കുക. ഒരു ബാറ്ററി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഡ്രൈ സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ ബൾബ് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാനെ? ആ ബൾബ് കട്ടുപോയേനെ അല്ലെ? ഓക്കെ. In figure 17.7b, water flows continuously because the pressure difference between the 2 vessels is maintained by the pump. അല്ലെങ്കിൽ ആ ഡിഫറൻസ് അങ്ങനെ നിൽക്കത്തില്ല, ഒരേ ലെവലിലായേനെ. പക്ഷെ ഇവിടെ പമ്പ് വെച്ചപ്പോ എപ്പോഴും ഫസ്റ്റ് വെസലില് ആ ഹൈ പ്രഷർ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. To make electric current flow continuously, what we have to do, we need a device that can constantly pump current in the same way to create a pressure difference. ഇതുപോലെ ഒരു പ്രഷർ ഡിഫറൻസ്, അതായത് ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊരു ഡ്രൈ സെൽ എപ്പോഴും ആവശ്യമാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരെണ്ണത്തിലെ ഇത് താഴോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ലെവലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല, അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് നമ്മളൊരു എന്ത് ചെയ്ത് ഈ സെല്ല് ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററിയിൽ നിന്നും ചാർജ് എപ്പോഴും ബൾബിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ ആ ബൾബിന്റെ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിന്റെ ചാർജ് തീർന്ന് ഓക്കെ ആയിപ്പോകും.
അല്ല അത് സ്റ്റോപ്പ് ആയി പോകും. പക്ഷെ നമ്മളൊരു സെൽ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ചാർജ് വരും. സോ ഇൻ ഇലക്ട്രിസിറ്റി ദിസ് ഡിഫറൻസ് ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രഷർ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഓബ്ജക്ട്സ് ആർ കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. Thus, if current flows from point A to point B in a wire, we say that A is at a higher potential than B, or that there is a potential difference between A and B. ഇവിടെ നമുക്ക് A, B എന്നിങ്ങനെ ഇത് തന്നിട്ടില്ല. ഇതൊരു പോയിന്റ് A. Suppose a point named A and a point named B. 2 points are there, A and B. If electricity pass, if it is the same level, A and B both are in same level, electricity will not pass. Means their capacity is same, means electricity will not pass. ആ രണ്ട് വെസലിലെ വെള്ളം ലെവലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ നിൽക്കും. But the difference of the pressure in A and B, that is potential difference. If that difference is there only, what will happen? Electricity can pass. കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകണമെന്നൊരിക്കൽ ആ എയും ബിയും തമ്മിൽ പ്രഷറിൽ ഡിഫറൻസ് ഉണ്ടാകും. ലെവലായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നുമില്ല, ലെവലായിട്ട് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ, കറണ്ട് പിന്നെ പാസ് ചെയ്തില്ല. സോ one point should have a high potential power and one should have a low potential power. മനസ്സിലായോ? അതായത് നമ്മൾ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒന്നിൽ കൂടുതലും ഒന്നിൽ കുറവുമായിരിക്കുമ്പോൾ ഈ കൂടുതൽ നിന്നും കുറവിലേക്ക് വെള്ളം ഒഴുകും. പക്ഷെ ഒഴുകി രണ്ടും കൂടെ ഒരേ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കും, അല്ലേ? ഒരേ ലെവലിലെത്തി അവിടെ നിൽക്കും. അതേസമയം അതേപോലെ തന്നെ കറണ്ടിന്റെ ഒന്നില് ഹൈ പവറും ഉണ്ടാകണം, ഒന്നിൽ ലോ പവറും ഉണ്ടാകും. ഒരേ സെയിം ലെവൽ പവർ ആകുമ്പോൾ ഇതിൽ നിന്നും ഇതിലേക്ക് വരത്തില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഇതിലേക്കും പോകത്തില്ല. രണ്ടും ഒന്ന് വലുതും ഒന്ന് ചെറുതുമായി കഴിയുമ്പോൾ, മീൻസ് ഒന്ന് ഹൈ ലെവൽ പ്രഷറും ഒന്ന് ലോ ലെവൽ പ്രഷറും ആകുമ്പോൾ ഫ്രം ഹൈ ലെവൽ ടു ലോ ലെവൽ ഇലക്ട്രിസിറ്റി വിൽ ഫ്ലോ. An electric cell or battery is a device that can make current move continuously in a wire by creating a potential difference. So, നമ്മൾ വെള്ളത്തിന്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടോർ പമ്പ് ഉപയോഗിച്ചതുപോലെ here in electricity നമ്മൾ ഒരു dry cell or battery is used. A cell has two terminals, one is marked as positive and another one is negative. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്, പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ആൻഡ്. The positive terminal is at the higher potential than the negative terminal. Okay. Sean, do you have cell with you now? Is there any battery with you now? Okay. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, നമുക്കറിയാം ഒരു സെല്ലില് എപ്പോഴും ഒരു പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും. ഈ പോസിറ്റീവ് ടെർമിനലിൽ ഓൾവേസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഹൈ. മനസ്സിലായോ? പൊട്ടൻഷ്യൽ കപ്പാസിറ്റി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് കാണിച്ച പറയാം. റിമോട്ടൊക്കെ കുത്തി എടുത്തോണ്ട് വന്നു, മമ്മി ഞാൻ ടി വി കാണാൻ പോയി പണി കിട്ടും. ഓക്കെ, അതിന്റെ പോസിറ്റീവ് ടെർമിനൽ ഏതാണ്? ആ വിരൽ അവിടെ നിന്ന് എടുത്തേ. ഓക്കെ, അത് പോസിറ്റീവ്. ഓക്കെ, അതിന്റെ മുകളിൽ ഒരു കുമ്മൾ പോലത്തെ സാധനമില്ലേ, താഴെ പ്ലെയിൻ ആണ് അല്ലെ? ഓക്കെ, ദാറ്റ് പോസിറ്റീവ് ടെർമിനൽ ഹാസ് എ ഹൈ പൊട്ടൻഷ്യൽ, ഹൈ പവർ ഈസ് there compared to the negative terminal. മനസ്സിലായോ? ഇതിൽ ഏതാണ് കൂടുതൽ പവർ ഉള്ളത്, പോസിറ്റീവിനോ നെഗറ്റീവിനോ? പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, പോസിറ്റീവ് ടെർമിനൽ ഹാസ് എ ഹൈ പൊട്ടൻഷ്യൽ പവർ. ഇനി ഈ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും കൂടെ കണക്ട്, ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വയർ കണക്ട് ഇതിന്റെ അറ്റത്തുള്ള കോപ്പർ വയറിലെ സാധനം ഇതുപോലെ ഈ അറ്റത്തും കാണുന്നത്. ഇപ്പൊ ഇനി മുറിക്കാൻ എന്തെങ്കിലും എന്തോ സ്റ്റോൺ പറഞ്ഞത് കേട്ടില്ല. ഇപ്പൊ നീ പണിയാൻ പാടില്ല, ഇത് സാധാ ഒരു പീസ് ഇവിടെ കടന്നതാ, അത് എവിടെ കണക്ട് ആക്കില്ല. കണക്ട് ചെയ്തിട്ടുണ്ടോന്ന് രീതിയിൽ ഷോക്ക് അടിക്കും. ഒരു ബാറ്ററിയിലൊക്കെ വെച്ച് ഷോക്ക് അടിക്കൊന്നുമില്ല, അത്ര ഉള്ളോ നീയാ എടുത്തോണ്ടല്ലേ? നീ ആ പ്ലക്കിലൊന്നും പോയി കുത്തിയേക്കല്ല, നീ പണിയാൻ പോകണ്ട, ഞാൻ കാണിച്ചു തരാം നിന്നെ. അതെന്തുവാ?
അതെന്തിന്റെ വയറാ? ട്യൂബിന്റെ. അതൊന്നും തൊടണ്ട. എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഷോക്ക് അടിക്കും. പിന്നെ അന്ന് പേത്ത് പറഞ്ഞ പോലെ മുടിയെല്ലാം ഫ്രീക്ക് ആയിട്ടിരിക്കും. അല്ല പിന്നെ എന്താ പറയണ്ടേ, എന്തായിരുന്നു അത്, സ്പൈക്ക് ചെയ്ത മാതിരി, പൈസ ഒന്നും കൊടുക്കാതെ സ്പൈക്ക് ചെയ്ത മാതിരി ആയിപ്പോയി. ഓക്കെ, സോ ഈ ബാറ്ററിയുടെ ഇതുപോലെ ഈ അറ്റം വേണം. പക്ഷെ എന്റെ കയ്യില് പണിയായതൊന്നും ഇല്ലാത്തത് കാരണം ഇത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ ഇവിടെ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലില് ഈ സാധനം മുട്ടിക്കണം. ഇതിങ്ങനെ കണക്ട് ചെയ്യുക. ചിലവരിങ്ങനെ ആ ഇതില് പോസിറ്റീവിൽ ഇങ്ങനെ ചുറ്റിക്കുട്ടിയൊക്കെ വെക്കും. എന്നിട്ട് ഇതിന്റെ അറ്റത്തുള്ള ഇതിന്റെ അറ്റത്തുള്ള ഈ സാധനം നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിൽ ഒരു ബൾബ് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിക്കോളും കേട്ടാ. ഇനി ഞാനിതോട് വെക്കുന്നില്ല, ശരിയാക്കുന്നില്ല. നിങ്ങളെ കാണാൻ വല്ല പരീക്ഷണം നടത്തിയെങ്കിൽ പിന്നെ പണിയാണ്. ഞങ്ങള് മെസ്സിന്റെ അവിടെ വന്നിട്ടല്ലേ പരീക്ഷണം നടത്തിയത്. ഇങ്ങോട്ട് വന്നിട്ട് നടത്തുവാനെ കുഴപ്പമില്ല. വീട്ടിൽ ഇരുന്ന് വല്ല നടത്തിട്ട് പറയല്ലേ സയൻസ് മിസ് പറഞ്ഞിട്ടാ ചെയ്തെന്ന. പിന്നെ ഫ്രീക്കനൊക്കെ ആയിപ്പോയെങ്കിൽ, മുടിയൊക്കെ സ്പൈക്ക് ആയിപ്പോയെങ്കിൽ പിന്നെ പറയല്ലേ മിസ് പറഞ്ഞിട്ട് ചെയ്തതെന്നാ. അതുകൊണ്ട് വേണ്ട. The positive terminal is the higher potential than the negative terminal. When these terminals are connected by a metal wire, current flows from the positive terminal to the negative terminal in the wire. Figure 17.7c. അതായത് ഇപ്പൊ നമുക്ക് 203 തന്നിരിക്കുന്ന ലാസ്റ്റ് പിക്ചറിൽ പോലെ ബാറ്ററിയുടെ നെഗറ്റീവ് പോസിറ്റീവ് കൂടെ ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ വയറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഓക്കെ, ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ ഇഫക്ട്സ് എന്തൊക്കെയാണ് ഇലക്ട്രിക് കറന്റ് ഈസ് യൂസ്ഡ്? ഷോണിന്റെ വീട്ടിൽ എന്തിനൊക്കെയാണ് ഇലക്ട്രിക് കറന്റ് യൂസ്ഡ്? വീട്ടിൽ മാത്രമല്ല അറിയാവുന്ന കാര്യം. മിക്സി അരക്കാൻ ഉപയോഗിക്കും. മിക്സി. പിന്നെ ഫ്രിഡ്ജിന് ഉപയോഗിക്കും. TV, ലൈറ്റ്, ഫോൺ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കും. പിന്നെ ഫാൻ ഇടാൻ ഉപയോഗിക്കും. ഓക്കെ, വാട്ട് അബൌട്ട് യു പ്രീത? അതൊക്കെ തന്നെ, വേറൊന്നുമില്ലേ? പിന്നെ വേറെ അങ്ങനെയൊന്നുമില്ലല്ലോ. ഇല്ല. ഓക്കെ, മോട്ടർ അടിക്കാൻ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ കുത്തിമനെയൊക്കെ ഉണ്ട്, കുളിക്കുകയൊക്കെ ചെയ്യും. ഷോർട്ടിന് അങ്ങനെ ഇല്ല, മോട്ടർ അടിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, പിന്നെ ഇത്രേ ഉള്ളു അല്ലേ? ഓക്കെ, ഇനി ഇൻഡസ്ട്രിയൽ പർപ്പസിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രീസും വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അല്ലെ? ഓക്കെ, ഇലക്ട്രിക് കറണ്ട് ഹാസ് എനർജി കോൾഡ് ഇലക്ട്രിക്കൽ എനർജി. സോ ദ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇലക്ട്രിക് കറണ്ട് ഈസ് നോൺ ആസ് എ ഇലക്ട്രിക്കൽ എനർജി. അത് പലതരത്തിലുണ്ട്. മേ ബി സൗണ്ട് ആകാം, അല്ലെങ്കിൽ ലൈറ്റ് എനർജി ആകാം, അല്ലെങ്കിൽ അത് ഹീറ്റ് എനർജി ആകാം, ഇനി ഒരു കൂൾ ആകാം. നമുക്ക് എങ്ങനെ ഫ്രീസറിലൊക്കെ ആണെങ്കിൽ കൂളായിട്ടാണ് അല്ലെ? ഓക്കെ, എന്നിരുന്നാലും രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഒന്നുകിൽ ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റ് നിർബന്ധം ഉണ്ടായിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മളൊരു ബൾബ് എടുത്തു, ബൾബ് കത്തി കഴിഞ്ഞിട്ട് ബൾബ് കത്തുമ്പോൾ നമുക്ക് ലൈറ്റ് എനർജി ഉണ്ടാവുന്നു. ആഫ്റ്റർ സം ടൈം ഇഫ് യു ടച്ച് ദാറ്റ് ബൾബ്, വാട്ട് വിൽ ഹാപ്പൻ? യു നോ? ഫെയ്ത്ത് പിന്നെ അങ്ങനത്തെ പണിയൊന്നും ചെയ്തിട്ടില്ല അല്ലെ ഫെയ്ത്തെ? ഒന്ന് പറഞ്ഞേ കുഞ്ഞാ ഫെയ്ത്തെ. ചൂടുണ്ടാകും അല്ലെ, പൊള്ളും അല്ലെ? ഓക്കെ, സോ ലൈറ്റിലല്ലേ നമ്മൾ മിക്സി എല്ലാ ബൾബും കത്തും മോനെ അല്ല, എല്ലാ ബൾബിനും ചൂടുണ്ടാക്കും. പക്ഷെ അത് ഓണാക്കിയ പാടെയല്ല, ഒരു 2-5 മിനിറ്റ് കഴിഞ്ഞ് ഏത് ബൾബ് തൊട്ട് നോക്കിയാൽ എല്ലാം ചൂടാക്കും. ഈവൻ മിക്സി ബൾബിന്റെ ചില്ലിലായിരിക്കൂല, ചിലതിന്റെ ബാക്കിലായിരിക്കും. പിന്നെ നമ്മുടെ ഫ്രിഡ്ജില്ലേ, വീട്ടിലെ ഫ്രിഡ്ജ്, സാധാരണ എല്ലാവരുടെ വീട്ടിൽ ഫ്രിഡ്ജില്ലേ? ഓക്കെ, ഈ ഫ്രിഡ്ജ് സാധാരണ നമ്മളെ ഏത് വസ്തുവിനും കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ? ആ ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് കൈ കൊണ്ടുപോയിരുന്നേ, യു വിൽ ഫീൽ ലൈക്ക് ഹോട്ട്. യു വിൽ ഫീൽ ഹോട്ട് ദർ. ഇന്ന് ഫ്രിഡ്ജിന്റെ തൊട്ട് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, പോയിട്ട് പണിതിട്ട് വല്ലോ ഷോക്ക് അടിച്ചെങ്കിൽ എന്നെ പറയില്ല. ആ ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡിൽ പോയിട്ട് കൈ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും.
കേട്ടാ ഒന്ന് കഴിഞ്ഞു നോക്കാതെ ഫ്രിഡ്ജിന്റെ ഓരോ വയറിലും തൊടാൻ പാടില്ല. കാരണം ഇത് പഴകിയ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേ മേടിച്ച ഫ്രിഡ്ജൊക്കെ ആയിരിക്കും. അതിന്റെ ബാക്കി ഇതെല്ലാം ഇതായിട്ടുണ്ടാവും, പിന്നെ ഷോക്ക് അടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ പണിക്കൊന്നും പോകണ്ട. ജസ്റ്റ് നോക്കി നമുക്ക് ആണോ എന്നാ ഇനി പണിയാൻ പോണ്ട കേട്ടുകൂടിയാണെങ്കിൽ. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ലാപ്ടോപ്പിൽ ക്ലാസ് എടുക്കുന്നത്. ഇതിന്റെ സൈഡിൽ ഞാനിങ്ങനെ കൈ വെച്ചപ്പം തന്നെ അതിലേക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇതിന്റെ ഉള്ളില് ഇത് പ്രവർത്തിക്കുന്നത് പോലെ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. മനസ്സിലായില്ലേ? നമ്മുടെ മിക്സി വർക്ക് ചെയ്യുന്ന കുറച്ച് സമയം കൂടുതൽ വർക്ക് ചെയ്താൽ മിക്സി തൊടുമ്പോഴേക്കും ചൂട് അനുഭവപ്പെടും. നമ്മുടെ TV ഓൺ ആക്കി വെച്ച് നമ്മൾ കാണുന്നു, അതിനകത്ത് പിക്ചറും കാണുന്നു, സൗണ്ട് ഒക്കെ കേൾക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ടിവിയുടെ മേലൊന്ന് ജസ്റ്റ് കൈ വെച്ച് വി വിൽ ഫീൽ ഹോട്ട് ദെയർ അല്ലേ? ചൂട് അനുഭവപ്പെടും. ഓക്കെ. Electric current can light up electric bulbs, run a fan and produce heat to keep us warm and cool food. നമ്മള് ഡിഫറെന്റ് പർപ്പസസിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സെക്കൻഡ്, JCB-കാരൻ ബാക്കുമായിട്ട് വേറൊരുത്ത മന്ദമാരം വിളിക്കുന്നതാണ്. JCB-കാരൻ അങ്ങോട്ട് അപ്പുറത്തോട്ട് പോയി. എന്നാൽ ആ സൗണ്ട് കുറഞ്ഞല്ലോ എന്ന് വിചാരിച്ചപ്പോൾ മരം മുറിക്കുന്നതുകൊണ്ട് സൗണ്ട്. JCB-യോട് കണ്ടുകൊണ്ട് അത്രയും ഒച്ചത്തിൽ ക്ലാസ് എടുത്തിട്ട് തൊണ്ടയെല്ലാം വേദന എടുക്കുന്നു. Okay, so electric current can light up electric bulbs, then can run fans, then can cook food, it is produce heat to keep us warm. പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഹീറ്റർ ഉപയോഗിച്ചിട്ടാണ്, റൂമിലൊക്കെ ഹീറ്റർ വെക്കും അല്ലെ? ഹീറ്റർ വെക്കും. അതുപോലെ തണുപ്പ് കാലത്താണ്, ചൂട് കാലത്താണ് നമ്മൾ AC ഒക്കെ വെക്കും. ഹീറ്റ് AC ഉണ്ട്, കൂൾ AC ഉണ്ട് അല്ലെ? അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വെറൈറ്റി ഓഫ് അതർ വേസ് അറ്റ് ഹോം ഓർ ഇൻ ഇൻഡസ്ട്രി. നമുക്കറിയാം നമ്മുടെ മിക്സി ഈസ് യൂസ്ഡ് ടു ഗ്രൈൻഡ് ദ ഐറ്റംസ് ദാറ്റ് വി പുട്ട് ഇൻസൈഡ്, ആൻഡ് വാഷിംഗ് മെഷീൻ ഈസ് യൂസ്ഡ് ടു wash and rinse our clothes. In fact, electrical energy is the most versatile form of energy available to us. ഇന്നിപ്പോ നമ്മളുടെ വർക്ക് ഏറ്റവും ഈസി ആക്കുന്ന ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ, ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് കറണ്ട് ആണ്, ഇലക്ട്രിസിറ്റി. ജസ്റ്റ് ഇമാജിൻ ഓൾഡൻ ടൈമിൽ, പഴയ കാലത്ത്, ഒത്തിരി പഴയതൊന്നും വേണ്ട, നിങ്ങളുടെ മമ്മിമാരൊക്കെ ചെറുതായിരുന്ന കാലത്ത് അവരോട് ചോദിച്ചാൽ മതി. നിങ്ങൾ ചെറുതായിരുന്ന കാലത്തല്ല, നിങ്ങളുടെ മമ്മിമാരൊക്കെ ചെറുതായിരുന്ന കാലത്ത് ഈ പറയുന്ന കറണ്ടൊക്കെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ വീടുകളിലൊന്നും ഇല്ല. അപ്പോഴൊക്കെ അരയ്ക്കാനൊക്കെ ഈ മിക്സിയിലല്ലായിരുന്നു അരച്ചത്. അപ്പം നിങ്ങളുടെയൊക്കെ മമ്മിമാർക്ക് അധികം പ്രായമില്ലാത്തതുകൊണ്ട് ചിലപ്പം മിക്സി തന്നെയായിരുന്നു. പക്ഷെ മിസ്സിന്റെ ഒക്കെ പ്രായത്തില്, മിസ്സൊക്കെ ചെറുതായിരുന്ന സമയത്ത് we didn't have mixie at home, we used to grinding stones. പക്ഷെ ഇന്നിപ്പോ അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും മമ്മിമാരൊക്കെ അരയ്ക്കാൻ നിൽക്കുവോ? ഇല്ല, അവര് മിക്സി കറണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. മിസ് ഇപ്പോഴും ഞങ്ങള് കല്ലിലൊക്കെ അരയ്ക്കുന്നുണ്ട് മിസ്. സത്യമായിട്ടോ? നല്ല മമ്മിമാരാണല്ലോ. പക്ഷെ പല വീടുകളിൽ ചെല്ലുമ്പോണ്ടല്ലോ, ഉണ്ടോ നല്ല മമ്മിമാരാന്ന് പറഞ്ഞാല്. പക്ഷെ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോള് ചോറായി പക്ഷെ കറിയില്ല, കറി ആയില്ല, കറണ്ട് ഇല്ല, അതുകൊണ്ട് അരച്ചില്ല എന്ന് പറയുന്ന കേൾക്കാം. മീൻസ് ദേ ആർ ലേസി, ദേ ആർ കനോട്ട് ഗ്രൈൻഡ്. പിന്നെ there is no current, so could not switch on the motor, so no water at all at home. I can go and draw the water from the well at home. കുളിച്ചിട്ടില്ല, എന്താ കുളിക്കാത്ത? കറണ്ട് വന്നില്ല, ടാങ്കിൽ വെള്ളമില്ല. പക്ഷെ പഴയ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? കുളിക്കാൻ മാത്രമല്ല, വീട്ടിലേക്കുള്ള ആവശ്യത്തിന് മൊത്തം വെള്ളം കിണറ്റിൽ നിന്ന് കോരിയെടുക്കുമായിരുന്നു. തൊട്ടിയും കയറും ഉപയോഗിച്ച് കോരിയെടുക്കുമായിരുന്നു. We were drawing the water from the well, and not only for household needs, even for irrigation purposes as well. We had മിസ് ഞങ്ങളുടെ കുഴൽ കിണറാ, അപ്പം കിണറ്റിന്ന് വെള്ളം കിട്ടാൻ വേണ്ടി ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കോരി എടുക്കും മിസ്. എന്തോരം വെള്ളം കോരി സാറേ? 2.5 ലിറ്റർ പോയി. 2.5 ലിറ്റർ. ഈ ലിറ്റർ കണക്ക് എന്താണാവോ? എന്തിനാ ഈ 2.5 ലിറ്റർ? അത് കുപ്പിയില് കറക്റ്റ്. മോനെ സമ്മതിച്ചു, ആ ക്യാമറ ഒന്ന് ഓണാക്കിയായിരുന്നു മുഖം ഒന്ന് കാണായിരുന്നു. അപ്പൊ ഈ 2.5 ലിറ്റർ കൊണ്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ നടക്കുവോ?
മിസ് എനിക്ക് കുടിക്കാൻ മാത്രമാ. ദുഷ്ടൻ. വാട്ട് അബൌട്ട് ദ അതേഴ്സ്? അവര് വേറെ വേറെ പോകും അവർക്ക് അല്ലേ? ഈ വെള്ളം അല്ല, അവർക്ക് ഈ വെള്ളം ഇഷ്ടമാന്നാ പറയുന്നത്. ശരി, ഓക്കെ. അപ്പം അപ്പൊ കുഴൽക്കിണറ്റില് വെള്ളമില്ലെന്നല്ലോ. കുഴൽക്കിണറ്റ് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ മോട്ടർ ഇല്ലെന്നൊരു വെള്ളം കോരിയെടുക്കൽ ഇത്തിരി പാട് തന്നെയാ അല്ലെ? ചില വീടുകളിൽ കറണ്ട് ഇല്ലാത്ത വീടുകളിൽ മോട്ടർ, അതായത് കറണ്ട് ഉണ്ടെങ്കിലും ചില വീടുകളിൽ കുഴൽക്കിണറ്റിൽ നിന്ന് ഇങ്ങനെ കോരി എടുക്കുന്നുണ്ട്. ഒരു നീളത്തിലുള്ള തൊട്ടിയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ? കുഴൽക്കിണറ്റിൽ നിന്ന് വെള്ളം കോരി എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. നമ്മൾ സാധാരണ കിണറ്റിൽ നിന്ന് വെള്ളം കോരി എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? സാധാരണ തൊട്ടിയും കയറി ഉപയോഗിച്ച് കിണറ്റിന്റെ അതുണ്ട്. കോരുന്നാണെന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷെ കുഴൽക്കിണറ്റിൽ നിന്ന് വെള്ളം കോരി എടുക്കാം. അതിന്റെ തൊട്ടി എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒരു പൈപ്പ് പോലെ ഇരിക്കും. സാധാരണ നമ്മുടെ കുഴൽക്കിണറ്റിന് അത്രയല്ലേ വീതിയുള്ളൂ, ഇത്രയ്ക്കല്ലേ ഉള്ളൂ, റൗണ്ട് വട്ടം. സോ അതിനകത്തോട് നമ്മുടെ തൊട്ടി മറ്റേ തൊട്ടി പോകത്തില്ല. ഈ പറയുന്ന കുഴൽക്കിണറ്റിലെ മിസ്സേ ഒരു പൈപ്പ്, എന്നിട്ട് ഈ അംഗൻവാടിയിലൊക്കെ കാണും മിസ്സേസ്. ഒരു പൈപ്പ്, എന്നിട്ട് അത് താഴെ ഇറങ്ങി കഴിയുമ്പോൾ അതിന്റെ അടപ്പ് തന്നെ തുറക്കും. താഴ്ന്നു പോയിട്ട് തുറക്കും, അതിനകത്ത് വെള്ളം കയറും. എന്നിട്ട് നമ്മൾ സാധാരണ കിണറ്റിന് കോരുന്ന പോലെ ഇങ്ങനെ വലിച്ചു കോരും. പക്ഷെ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ ബോർവെൽസ് ആർ ഹാവിംഗ് 100, 150, 200, 300, 350 ലൈക്ക് ദാറ്റ് വേ ഡീപ്നെസ്, ഫീറ്റ് ഡീപ് ഡെപ്ത്നെസ് ഉണ്ട് അല്ലെ? സോ ഇറ്റ് ഈസ് നോട്ട് സോ ഈസി ടു ഡ്രോ വാട്ടർ ഫ്രം ദാറ്റ്. നമുക്കിപ്പം അത്രയും ആഴത്തിൽ നിന്ന് വെള്ളം വലിച്ചു കോരി എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളം കോരി ഭയങ്കര മടുപ്പ് തന്നെയാണ് അല്ലെ? ഓക്കെ. പക്ഷെ there are some people using this type of method. ഒന്നുകിൽ അവരുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല, കുഴൽക്കിണറിൽ മോട്ടോർ വെക്കാൻ ഉള്ള കറണ്ട് അങ്ങനെ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ മോട്ടർ ഇല്ലായിരിക്കാം, മോട്ടോർ വാങ്ങാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി അതുമല്ല എങ്കിൽ മോട്ടോർ വെക്കാൻ മാത്രമുള്ള വെള്ളം കിണറ്റിലില്ല എങ്കിൽ, കാരണം ഒറ്റയടിക്ക് മോട്ടോർ അടിക്കുന്ന ഇത്ര കുറച്ച് വെള്ളം കുറച്ചേ ഉള്ളൂ എങ്കിൽ മോട്ടോർ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, ഇങ്ങനെ കോരി എടുക്കും. അപ്പൊ ഒരു തവണ നമ്മൾ കോരുമ്പോൾ അത്രയ്ക്ക് ഇത്രയുള്ള ട്യൂബിനകത്ത് അത്രയും വെള്ളം വരുന്നുള്ളൂ അല്ലെ? എന്ന് വെച്ചാൽ ഒരു തൊട്ട് വെള്ളത്തോളം വരും. പക്ഷെ ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം ബിക്കോസ് ഇറ്റ് ഹാസ് എ long depthness. Okay, our time is up. Just go out and then come back after 5 minutes. Okay.